ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ശാലോം പ്രേക്ഷക സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ ദിനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഇതാ നിൻ്റെ അമ്മ എന്ന ഈ മരിയൻ കീർത്തന പ്രോഗ്രാം നമ്മുടെ ഹൃദയങ്ങളിൽ മരിയ സ്നേഹത്തിൻ്റെ തണുവാർന്ന നിറവ് നൽകട്ടെ. പ്രിയപ്പെട്ട ഷാനവാർ ഫ്രാൻസിസ് ചിട്ടപ്പെടുത്തി ഒരുക്കിയ ഗാനങ്ങളിലൂടെയാണ് നമ്മൾ ഈ ദിവസം കടന്നു പോവുക. പ്രാർത്ഥനാപൂർവം പരിശുദ്ധ ദൈവമാതാവിനെ പ്രകീർത്തിച്ചുള്ളൊരു ഗാനം. നമുക്കറിയാം, പരിശുദ്ധ അമ്മയെക്കുറിച്ച് തിരുസഭ വിശേഷിപ്പിക്കുമ്പോൾ എത്രയോ വിശേഷണങ്ങൾ, പ്രത്യേകിച്ച് വിശ്വാസ സത്യങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ദൈവമാതാവേ, ദൈവമാതൃത്വ ആ പദവി, പരിശുദ്ധ അമ്മയെ ദൈവത്തിൻ്റെ അമ്മയായി വിശ്വാസത്യമായി സഭ ഉണർത്തുകയാണ്. ദൈവമാതാവ്, നിത്യകന്യക, അമലോത്ഭവ, സ്വർഗാരോപിത, ഇതെല്ലാം വിശ്വാസ സത്യങ്ങളായി സഭ പ്രഖ്യാപിച്ച നന്മ നിറഞ്ഞ അനുഭവങ്ങളുടെയും അഭിഷേകത്തിൻ്റെയും മാതൃവാത്സല്യത്തിൻ്റെ തനിമയും നിറവുമാണ്. അതെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് വീണ്ടും, പരിശുദ്ധ തൃത്വത്തിൻ്റെ ആലയമായ അമ്മയെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ പാടി പ്രകീർത്തിക്കുകയാണ്. ഈ ഗാനത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഗാനം രൂപപ്പെട്ടതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരുക്കം നടത്തിയ ഷാനവാസിനോട് ചോദിക്കട്ടെ. പ്രിയപ്പെട്ട ഷാനവാസെ, വീണ്ടും ചോദിക്കുന്നു, ഈ മരിയൻ ഗാനം എങ്ങനെയാണ് ഉറവെടുത്തത്? പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം ഈ മാതൃലാളന അനുഭവമാകുമ്പോൾ അതൊക്കെ ഒന്ന് അറിയുന്നത് എന്തുകൊണ്ട് നല്ലതാണല്ലോ. തീർച്ചയായിട്ടും. നമുക്കറിയാം, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു നവമാധ്യമമാണ് ഫേസ്ബുക്ക്. എനിക്കും അതിലൊരു അക്കൗണ്ടുണ്ട്. ഞാൻ ചെയ്യുന്ന പാട്ടുകളും അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ കാര്യങ്ങളൊക്കെ അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കൊരു ഫ്രണ്ടായിട്ടൊരു ചേച്ചിയുണ്ട്, എൽമ ജോസ് തെക്കേക്കര എന്നാണ് അവരുടെ പേര്. തൊടുപുഴയിലാണ് വീട്. ഒരിക്കൽ ചേച്ചി എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ പാട്ടുകൾ എഴുതുന്ന ആളാണ്, അപ്പോൾ എൻ്റെ ഒരു പാട്ടൊന്ന് ട്യൂൺ ചെയ്യാവോ എന്ന് ചോദിച്ച് ആ സഹോദരി മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി പാട്ട് അയക്കൂ, ഞാൻ പ്രാർത്ഥിക്കാം, ചേച്ചിയും പ്രാർത്ഥിക്കുക. ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു സംഗീതം അതിന് ഈശോ തരിക തന്നെ ചെയ്യും. അപ്പം അങ്ങനെ ആ സഹോദരി എനിക്ക് അയച്ചു തന്ന പാട്ടാണ് ഒരു സംഗീതമായിട്ട് മാറിയത്. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ആ പ്രാർത്ഥനാ ഗാനം നമ്മുടെ പ്രിയങ്കരനായ അഭിജിത്ത് കൊല്ലം ആലപിക്കുന്നു. പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രമിക്കാം. പിതാവിൻ്റെ പുത്രി, പുത്രൻ്റെ അമ്മേ, റൂഹാ തൻ മണവാട്ടിനീ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പിതാവിൻ്റെ പുത്രി, പുത്രൻ്റെ അമ്മേ, റൂഹാ തൻ മണവാട്ടിനീ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അമ്മേ മരിയേ, ദൈവമാതാവേ, മക്കൾക്കായെന്നും പ്രാർത്ഥിക്കണേ. അമ്മേ മരിയേ, ദൈവമാതാവേ, മക്കൾക്കായെന്നും പ്രാർത്ഥിക്കണേ.
പാപത്തിൻ പടുകുഴിയിൽ വീണിടാതെ താങ്ങായി തുണയായി വന്നിടണേ. പാപത്തിൻ പടുകുഴിയിൽ വീണിടാതെ താങ്ങായി തുണയായി വന്നിടണേ. നിത്യസഹായമേ നിത്യമാം സ്നേഹമേ എന്നെ നീ കാത്തിടണേ. നിൻ നെഞ്ചിൽ നീ ചേർത്തിടണേ. അമ്മേ മരിയേ ദൈവമാതാവേ, മക്കൾക്കായെന്നും പ്രാർത്ഥിക്കണേ. അമ്മേ മരിയേ ദൈവമാതാവേ, മക്കൾക്കായെന്നും പ്രാർത്ഥിക്കണേ. കാനായിലെ ഭവനത്തിൽ വന്നതുപോൽ എൻ ജീവിത ദുഃഖത്തിൽ വന്നിടണേ. കാനായിലെ ഭവനത്തിൽ വന്നതുപോൽ എൻ ജീവിത ദുഃഖത്തിൽ വന്നിടണേ. എൻ ഹൃദയത്തിൽ എൻ ഭവനത്തിൽ എന്നും നീ വന്നിടണേ. എന്നമ്മയായി വാണിടണേ. പിതാവിൻ്റെ പുത്രി പുത്രൻ്റെ അമ്മേ, റൂഹാ തൻ മണവാട്ടിനീ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പിതാവിൻ്റെ പുത്രി പുത്രൻ്റെ അമ്മേ, റൂഹാ തൻ മണവാട്ടിനീ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അമ്മേ മരിയേ ദൈവമാതാവേ, മക്കൾക്കായെന്നും പ്രാർത്ഥിക്കണേ. അമ്മേ മരിയേ ദൈവമാതാവേ, മക്കൾക്കായെന്നും പ്രാർത്ഥിക്കണേ. മക്കൾക്കായെന്നും പ്രാർത്ഥിക്കണേ. സകല വിശുദ്ധരുടെയും രാജ്ഞിയായി പ്രശോഭിക്കുന്ന പരിശുദ്ധ അമ്മ, അവരുടെ എല്ലാം ജീവിതങ്ങളിൽ ഈശോയെ ഗാഠം പുണരുവാൻ, അഥവാ ഈശോയിൽ നിന്നും പാദങ്ങളിടറി അകന്നു പോയാലും ഈശോയിലേക്ക് ചേർത്ത് നിർത്തുവാൻ അമ്മ എന്നും കൂടെ ഉണ്ടായിരുന്നു. ആഗോള സഭയിൽ പ്രിയരെ, പരിശുദ്ധ അമ്മയെ ഗാഠം പുണരാത്ത വിശുദ്ധരേയില്ല. അമ്മയെ കൂടാതെ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ സാധ്യമല്ല. കാരണം പരിശുദ്ധയാണ് അമ്മ. പരിശുദ്ധമായ അമ്മയുടെ ഉദരത്തിലാണ് പരിശുദ്ധൻ ഉരുവായത്. വചനം മാംസമായ ഇടമാണത്. ആയതിനാൽ അമ്മയോട് ചേർന്ന് നമ്മൾ നിലകൊള്ളുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ പുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമായ ഈ അമ്മ പരിശുദ്ധ തൃത്വത്തിൻ്റെ ആലയമാണല്ലോ. ആയതിനാൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്വന്തമായി മാറുന്നു. അതുകൊണ്ട് വിശുദ്ധ ജോൺ പോൾ പാപ്പയുടെ വിശ്വപ്രസിദ്ധമായ ആ പ്രഖ്യാപനം, ആ ഏറ്റുപറച്ചിൽ
നമ്മുടെ അതരവും ഹൃദയത്തിൽ നിന്നുള്ള മന്ത്രണത്താൽ ഏറ്റുപറയണം, പരിശുദ്ധ മറിയമേ, ഞാൻ മുഴുവൻ അങ്ങയുടേതാണ്. അമ്മയിൽ സമർപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്വന്തമായി മാറും എന്നതാണ് അതിൻ്റെ ദിവ്യരഹസ്യം. ആയതിനാൽ അമ്മേ, അമ്മയുടെ സ്നേഹം എന്നിൽ നിറയ്ക്കണമേ എന്നുള്ള ആ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ ഒരു ഗാനമായി ഉണർത്തുവാൻ നമുക്ക് ഹൃദയം തുറക്കാം. പ്രിയപ്പെട്ട ഗാനരചിതാവും ശുശ്രൂഷകനുമായ അനിൽ മലപ്പുറം രചിച്ച് ഷാനവാസ് ഫ്രാൻസിസ് ഈണം പകർന്ന് സാറാ സിജു ആലപിക്കുന്നു ഈ ഗാനം. പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രവിക്കാം. സ്നേഹം ഇന്നി നിറച്ചിടണേ, അമ്മേ അമ്മേ അമ്മതിന്മാർ എന്നെയും ചേർത്തിടണേ. അമ്മേ അമ്മേ അമ്മത് സ്നേഹം ഇന്നി നിറച്ചിടണേ, അമ്മേ അമ്മേ അമ്മതിന്മാർ എന്നെയും ചേർത്തിടണേ. ആവേ മറിയ പാടി നിൻ തിരുനാമം വാഴ്ത്താം, മാലാഖമാരോടൊത്ത് നിന്നപദാനം പാടാം. ആവേ മറിയ പാടി നിൻ തിരുനാമം വാഴ്ത്താം, മാലാഖമാരോടൊത്ത് നിന്നപദാനം പാടാം. ആവേ 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 മറിയ പാടാം, ആവേ 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 മറിയ പാടാം. വിവാദനം കേട്ടൊരാ നേരം എലീശ പുണ്യവതി, ആത്മാവിൽ നിന്നും ജ്വലിച്ചതുപോലെ എന്നെ ജ്വലിപ്പിക്കണേ. നിന്ന വിവാദനം കേട്ടൊരാ നേരം എലീശ പുണ്യവതി, ആത്മാവിൽ നിന്നും ജ്വലിച്ചതുപോലെ എന്നെ ജ്വലിപ്പിക്കണേ. ആവേ മറിയ പാടി നിൻ തിരുനാമം വാഴ്ത്താം, മാലാഖമാരോടൊത്ത് നിന്നപദാനം പാടാം. ആവേ മറിയ പാടി നിൻ തിരുനാമം വാഴ്ത്താം, മാലാഖമാരോടൊത്ത് നിന്നപദാനം പാടാം. ആവേ 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 മറിയ പാടാം, ആവേ 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 മറിയ പാടാം. കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്തതുപോൽ എൻ ഭവനത്തിൻ ആവശ്യങ്ങളിൽ മാധ്യസ്ഥമേകിടണേ. കാനായിലെന്ന് കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്തതുപോൽ എൻ ഭവനത്തിൻ ആവശ്യങ്ങളിൽ മാധ്യസ്ഥമേകിടണേ. ആവേ മറിയ പാടി നിൻ തിരുനാമം വാഴ്ത്താം, മാലാഖമാരോടൊത്ത് നിന്നപദാനം പാടാം. ആവേ മറിയ പാടി നിൻ തിരുനാമം വാഴ്ത്താം, മാലാഖമാരോടൊത്ത് നിന്നപദാനം പാടാം. ആവേ 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 മറിയ പാടാം, ആവേ 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 മറിയ പാടാം. അമ്മേ അമ്മേ അമ്മത് സ്നേഹം എന്നിൽ നിറച്ചിടണേ, അമ്മേ അമ്മേ അമ്മതിന്മാർ എന്നെയും ചേർത്തിടണേ. അമ്മേ അമ്മേ അമ്മത് സ്നേഹം എന്നെ നിറച്ചിടണേ, അമ്മേ അമ്മേ അമ്മതിന്മാർ എന്നെയും ചേർത്തിടണേ. ആവേ മറിയ പാടി നിൻ തിരുനാമം വാഴ്ത്താം, മാലാഖമാരോടൊത്ത് നിന്നപദാനം പാടാം. ആവേ
ആവേ ആവേ ആവേ മരിയ പാടി പരിശുദ്ധ മറിയത്തിൻ്റെ നാമം വാഴ്ത്താം എന്ന് നമ്മൾ കേട്ടില്ലേ? ഹൈപ്പർദൂളിയ വിശേഷ വണക്കം, അതാണ് മറ്റു വിശുദ്ധരിൽ നിന്നും മറിയത്തിനുള്ള സ്ഥാനം സഭ ഉണർവോടെ നൽകിയിരിക്കുന്നത്. മറ്റു വിശുദ്ധരെ നമ്മൾ വണങ്ങുന്നു, എന്നാൽ പരിശുദ്ധ മറിയത്തിന് വിശേഷ വണക്കം നമ്മൾ കൊടുക്കുകയാണ്. ആവേ മരിയ പാടി. കാരണം സകല വരപ്രസാദങ്ങളുടെയും വിളനിലമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയമെന്ന് വിശുദ്ധർ പറയുകയാണ്. വിശുദ്ധ ബെർണാർഡ് പറയുന്നു, രക്ഷകനായ യേശുവിൻ്റെ നാമം കഴിഞ്ഞാൽ പിന്നെ സകല സ്വർഗവാസികളും വാഴ്ത്തി വണങ്ങുന്ന നാമം മറിയമെന്ന മഹോന്നത നാമമാണ്. ദുഷ്ടാരൂപികൾ ഭയന്നു വിറയ്ക്കുവാൻ മരിയ നാമത്തിന് ഇട നൽകുന്നു. അല്ലെ, മരിയ നാമം ഉച്ചരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദുഷ്ടാരൂപി ഭയന്നു വിറയ്ക്കുമെന്നാണ് വിശുദ്ധരുടെ സാക്ഷ്യ അനുഭവങ്ങൾ. അതുകൊണ്ട് തന്നെ സഭയുടെ ഭൂതോച്ചടകരായ വൈദികർ അവർ ജപമാല പ്രാർത്ഥനയ്ക്ക് ശക്തമായ സാക്ഷ്യം നൽകുന്നു. കാരണം വചനത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങളുടെ മനനമാണ് ജപമാല പ്രാർത്ഥന. ജപമാല ആരൊക്കെ ഭക്തിയോടെ ശ്രദ്ധയോടെ അർപ്പിക്കുന്നുണ്ടോ അവിടെ ആ വ്യക്തിയിൽ, ആ കൂട്ടായ്മയിൽ, ആ കുടുംബത്തിൽ നിന്ന് ദുഷ്ടാരൂപി പടിയിറങ്ങിപ്പോകുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയോടുള്ള ബന്ധത്തിൽ നിന്ന് ഏത് വ്യക്തിയോ കൂട്ടായ്മയോ കുടുംബമോ അകലുന്നു, അവിടെ ദുഷ്ടാരൂപി നുഴഞ്ഞു കയറി ആധിപത്യം സ്ഥാപിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും ജപമാല പ്രാർത്ഥനയിലൂടെ സകല നന്മകളുടെയും നിറവായ ദൈവത്തിൻ്റെ അമ്മ, അതെ, സകല നന്മകളുടെയും ഉറവിടം ദൈവത്തിൻ്റെ തിരുഹൃദയം, ആ തിരുഹൃദയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് നമുക്ക് യാത്ര ചെയ്യാം. അടുത്ത ഗാനത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഷാനവാസിനോട് നമുക്ക് ചോദ്യം ഉന്നയിക്കാം. ഷാനവാസ്, അടുത്ത ഗാനത്തെക്കുറിച്ച്, അതിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഒരു അനുഭവം പങ്കുവയ്ക്കുമോ? നമ്മൾ വ്യത്യസ്തമായ ഗാനങ്ങൾ സംഗീതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ബേബിച്ചാൻ ഒത്തിരി പാട്ടുകൾ എഴുതുകയും സംഗീതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജനങ്ങളെ ഏറ്റെടുത്തതാണ്. ഒത്തിരി ആളുകൾ ആ പാട്ടുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിക്കൊക്കെ ഒരു പ്രചോദനമാണ് ബേബിച്ചാൻ്റെ പാട്ടുകൾ, വരികൾ. കേൾക്കാത്ത ജാതി മതസ്ഥരില്ല എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. കർത്താവിൻ്റെ മഹത്വം. അപ്പോൾ ഈ വ്യത്യസ്തമായ ഒരു പാട്ടിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ച് ഒരിക്കൽ എൻ്റെ ഇടവപ്പള്ളിയിൽ, പേരാമ്പ്രയാണ് എൻ്റെ ഇടവപ്പള്ളി. അപ്പോൾ വൈകിട്ട് കുർബാനയ്ക്ക് ഞാനാണ് അവിടെ പാടുന്നത് 5 മണിക്ക്. അപ്പോൾ ചില ദിവസമൊക്കെ ഞാൻ ഇവിടെ ഉള്ള സമയത്ത് നേരത്തെ ചെല്ലും, പള്ളിയിൽ നേരത്തെ ചെന്ന് ഓർഗണൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നൊരു ശീലമുണ്ട്. ഒരിക്കലും ഇങ്ങനെ ചെന്ന് ഞാൻ ഓർഗൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ വ്യത്യസ്തമായൊരു ഗാനത്തിന് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. കാരണം ഈശോയുടെ അടുക്കലാണ് നിൽക്കുന്നത്, മാതാവുണ്ട്, വിശുദ്ധരൊക്കെ ഉണ്ട് ചുറ്റിനും. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഓർഗൺ ഇങ്ങനെ അതിൻ്റെ കോഡ് പിടിച്ചപ്പോൾ വ്യത്യസ്തമായൊരു കോഡ് ഞാനിങ്ങനെ പ്ലേ ചെയ്തു. അപ്പോൾ ആ സമയത്ത് വന്നൊരു പാട്ടാണ് ഇപ്പോൾ നമ്മൾ പാടാൻ പോകുന്ന പാട്ട്. മാതാവേ നിൻ സാന്നിധ്യം തേടുന്നു ഞാൻ എൻ്റെ ഹൃദയത്തിൽ. ഇങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത്. ആലാപനം അത് ഞങ്ങളുടെ കൂടെ നൈറ്റ് വിജിലൊക്കെ പാടുന്ന ഞങ്ങളുടെ കൂടെയുള്ളൊരു സഹോദരിയാണ് ദീപ റിനീഷ് എന്നാണ് ആ സഹോദരിയുടെ പേര്. വളരെ നന്നായിട്ട് ആ കുട്ടി പാടിയിട്ടുണ്ട് ഈ പാട്ട്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനാപൂർവം അമ്മയുടെ മഹത്വ കീർത്തനം ഒരുമയോടെ ഹൃദയത്തിൽ ചേർത്ത് നമുക്കായിരിക്കാം. ആ
പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം ഉറപ്പുള്ളതാണ്, മാറ്റമില്ലാത്തതാണ്, ഒരിക്കലും നമ്മളിൽ നിന്ന് അകന്നു പോകാത്തതാണ്. അതുകൊണ്ടല്ലേ എത്ര വലിയ പാപിക്കും ചേർന്ന് നിൽക്കാവുന്ന അഭയ കേന്ദ്രമാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് സഭ വിശേഷിപ്പിക്കുന്നു പാപികളുടെ സങ്കേതമേ എന്ന്. ഏതു കഠിന പാപിക്കും അമ്മയുടെ വിമല ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. ആ അമ്മ ചേർത്തു പിടിച്ച് പാപവിമോചകനായ ഈശോയിലേക്ക് ആ പാപിയെ ചേർത്ത് പിടിക്കുവാൻ ഉത്സുകയായി കൂടെ നിൽക്കും. ആയതിനാൽ പാപികളുടെ സങ്കേതമേ, നിന്റെ മാധ്യസ്ഥ്യം ഞങ്ങൾ തേടുന്നു എന്നുള്ള ഉറപ്പായ ശരണത്തോടെ അമ്മയെ ചേർന്ന് പുലുകാം. തുടർന്നുള്ള നിമിഷങ്ങളിൽ പ്രാർത്ഥനാപൂർവം പ്രിയപ്പെട്ട ഷാനവാസിനോടൊപ്പം നമുക്കായിരിക്കാം. സ്വർഗീയ പിതാവായ ദൈവമേ, ഈ ഗാനത്തിൽ ഞങ്ങൾ പാടിയതുപോലെ സ്വർഗത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധ അമ്മ വഴി ഈശോ എല്ലാ മക്കളുടെയും ഹൃദയത്തിൽ ചൊരിയുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയിലൂടെ ഈശോയെ ആരാധിക്കുന്ന, ഈശോയെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതത്തിലേക്ക് ഈ ശുശ്രൂഷ ശ്രവിക്കുന്ന എല്ലാ മക്കളെയും നയിക്കണമേ എന്ന് അമ്മ വഴി ഈശോയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.